പ്രാർത്ഥന ഈ സമയത്ത് നടത്തുന്നു. സെക്രട്ടറി ജയ അതിനുള്ള കാര്യങ്ങളൊക്കെയും പറയാനായിട്ട് ക്ഷണിച്ചുള്ളൂ. വെൽക്കം ചെയ്യുന്നു. Good evening, everyone. Welcome to our MMS prayer for this month. We will start with a devotional song by Anju Bobby. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Thank you. Thank you, Anju. We'll have next a Bible, Old Testament Bible reading by Elizabeth Thomas. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Psalms chapter 5, 1 through 12.
യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചനകൾ കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയോ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കേയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കേയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതവും ചതിവുള്ളവൻ യഹോവയ്ക്ക് അറപ്പാവുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോട് ആരാധിക്കും. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാവുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. Thank you, Elizabeth. Next, we'll have another devotional song by Usha Madathu. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. രോഗപീഠകളിൽ, മാനസവ്യാധികളിൽ, രോഗപീഠകളിൽ, മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. സൗഖ്യവും ശാന്തിയും പകർന്നരുളി എന്നെ നയിക്കണമേ. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. Thank you, Usha Chechi. We'll have next a New Testament reading by Jenny Varghese. Chapter 13, verse 1 to 16. Keep on loving one another as Christian brothers. Remember to just in your homes. There were some who did that and welcomed angels without knowing it. Remember those who are in prison as though you were in prison with them. Remember those who are suffering as though you were suffering as they are. Marriage is not
marriage is to be honored by all, and husbands and wife must be faithful to each other. God will judge those who are immoral and those who commit adultery. Keep your lives free from the love of money and be satisfied with what you have. For God has said, I will never Hello? Yes, we can hear you, Jenny. Carry on. No. Keep your lives free from the love of money and be satisfied. Keep your lives free from the love of money and be satisfied with what you have. For God has said, I will never leave you, I will never abandon you. Let us be bold then and say, the Lord is my helper. I will not be afraid. What can remember your former leaders who spoke God's message to you? Think back how they lived and died and imitate their faith. Jesus Christ is the same yesterday, today, and forever. Do not let all kinds of strange teachings lead you from the right way. It is good to receive inner strength from God's grace and not by obeying rules about food. Those who obey these rules have not been helped by them. The priest who serves in the Jewish place of worship have no rights to eat any of the sacrifice on our altar. The Jewish high priest brings the blood of the animals into the most holy place to offer it as a sacrifice for sin. But the bodies of the animals are burnt outside the camp. For this reason, Jesus, who died outside the city in order to purify the people from sin with his own blood. Let us then go to him outside the camp and share his shame. For there's no permanent city for us here on earth. We are looking for the city which is to come. Let us then always offer praise to God as our Jesus, which is the offering present as him as God. Do not forget, do not one another, because these are sacrifices that please God. Amen. Thank you, Jenny. We'll have a message given to us by Christina George Kunchamma. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരിമാരെ, ഇന്ന് നമുക്ക് അല്പനേരം ചിന്തിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആശയം ഹൗ ടു ബിക്കം എ ക്രിസ്ത്യൻ വിമൻ ഓഫ് ഇൻഫ്ലുവൻസ്. ക്രിസ്തീയ സ്വാധീനം അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്ന സ്ത്രീകളായി എങ്ങനെയായി തീരാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനായി ലെറ്റ്സ് ഗെറ്റ് ടു നോ അബൌട്ട് എ മദർ നെയ്മഡ് യൂനസ്. യൂനസ് മലയാളത്തിൽ യുനീക്ക, തിമോത്തിയോസിന്റെ അമ്മയായിരുന്നു. 2 Timothy chapter 1 verse 5 says, I have been reminded of your sincere faith, which first lived in your grandmother Lois and in your mother Eunice, and I am persuaded now lives in you also. ഇവിടെ പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലൂവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളിലും ഈ അമ്മയെക്കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു, അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. Timothy's mother was a Jewess and a believer, but father was a Greek. ഇവിടെ അവൾ ഒരു വിശ്വാസിയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾക്ക് അവളുടെ വിശ്വാസത്തിലൂടെ തന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യം തന്റെ മകനായ തിമോത്തിക്ക് പകർന്നു നൽകുവാൻ സാധിച്ചു. Eunice had an influence on Timothy and left a godly legacy in his life, and this faith
continued in Timothy. പക്ഷെങ്കിൽ യൂനിസിന് അവളുടേതായ പരിമിതികൾ ഉണ്ടായിരുന്നു. She was a believer, but she was married to a Greek who appears not to be a believer and did not share her heritage or beliefs. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവളുടെ വിശ്വാസം മുറുകെ പിടിക്കുവാനും അത് പകർന്ന് കൊടുക്കുവാനും തിമോത്തിക്ക് പകർന്നു കൊടുക്കുവാനും അവൾക്ക് സാധിച്ചു. നാം ഓരോരുത്തർക്കും പല പരിമിതികൾ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ക്രിസ്തീയ സാക്ഷ്യം ചെലുത്തുന്ന ഒരു വ്യക്തിയായി മാറുവാൻ സാധിക്കും? Last week was Mother's Day, and we all play the role of a mother in different forms. To our own kids, or being a mother to our younger siblings, cousins, nephews, nieces, etc. ഒരു സ്ത്രീ എന്ന നിലയിൽ നാം ഓരോരുത്തർക്കും നമ്മളുടെ മക്കളുടെ ക്രിസ്തീയ വളർച്ചയിൽ യൂനിസിനെ പോലെ ഒരു സ്വാധീനം ആകുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ യൂനിസ് ആസ് എ വൈഫ്, ഷീ ആൻഡ് ഹർ ഹസ്ബൻഡ് ഡിഡ് നോട്ട് ഷെയർ ദ സെയിം ഫെയ്ത്ത്. 1 പത്രോസ് 3:1 പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. Likewise, you wives, be submissive to your husbands, so that some, though they do not obey the word, may be won without a word by the behavior of their wives. ഇവിടെ നാം കാണുന്ന ആദ്യത്തെ ക്വാളിറ്റി, being submissive, കീഴടങ്ങിയിരിപ്പീൻ. This doesn't mean that you let yourself become less worthy than your spouse. നാം മൂല്യമില്ലാത്തവരാകുന്നില്ല. But being submissive, we keep them ahead of ourselves, but never ahead of God. ഇതിലൂടെ നാം നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. Being submissive to God, we submit ourselves to God and trust God to take care of our lives and also to work in the lives of our husbands. നാം ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് അവൻ നമ്മെ നടത്തും എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകണം. So ആദ്യത്തെ ക്വാളിറ്റി, a Christian woman of influence is submissive. രണ്ടാമതായി, a Christian woman of influence prays. യൂനിസ് പ്രാർത്ഥനയിലൂടെ തന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരമ്മയായിരുന്നു. And she taught her son how to pray. ദൈവിക സാക്ഷ്യമുള്ള സ്ത്രീകളാകുവാൻ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാകണം. അതോടൊപ്പം തന്നെ അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം, പ്രേരിപ്പിക്കണം. Most importantly, we need to pray for ourselves, for the wisdom and strength and guidance to live our life a way that exhibits godliness. ദൈവികതയുള്ള ഒരു സ്ത്രീയായി ജീവിക്കുവാൻ അതിനുള്ള ശക്തിയും ജ്ഞാനവും ക്ഷമയും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. Third quality, a Christian woman of influence loves. Eunice loved her son Timothy enough to pass on that legacy of faith. സ്നേഹത്തിലൂടെ അവനെ വിശ്വാസം പഠിപ്പിക്കുവാൻ സാധിച്ചു. To love also means to sacrifice. നമ്മൾക്ക് എല്ലാവർക്കും ശലോമോന്റെ അടുക്കൽ ഒരു കുഞ്ഞിനെ പ്രതി തർക്കമുണ്ടായ 2 അമ്മമാരുടെ കഥ അറിയാം. അതിൽ യഥാർത്ഥ അമ്മയ്ക്ക് മാത്രമേ തന്റെ സ്വന്തം കുഞ്ഞിന് ആപത്ത് വരാതിരിക്കുവാൻ അതിനെ വിട്ടുകൊടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. Bible also tells us the story of the sacrifice of Moses' mother. To love is also means to sacrifice. God loved us, so he sacrificed himself for us. ചുരുക്കത്തിൽ ഒരു ദൈവിക സാക്ഷ്യമുള്ള വ്യക്തിയാകുവാൻ ഉള്ള 3 ക്വാളിറ്റീസ് യൂനിസിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. ഒന്നാമതായി, a Christian woman of influence is submissive, ദൈവാശ്രയത്തിൽ സമർപ്പിക്കുന്നവൾ. രണ്ടാമത്, a Christian woman of influence prays, പ്രാർത്ഥിക്കുന്നവൾ. മൂന്നാമത്, a Christian woman of influence loves, സ്നേഹിക്കുന്നവൾ. Becoming a Christian woman is not an overnight process. It takes time and patience. But when you do these, you will live a legacy not just during your lifetime, but into another generation.
യൂനിസിനെ പോലെ പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനും അതിലൂടെ ആ വിശ്വാസം മറ്റൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും ദൈവസാക്ഷ്യം വഹിക്കുന്ന സ്ത്രീകളായി തീരുവാൻ നാം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thank you, Kochimma, for that very beautiful message for all of us. We'll have a closing prayer by Manju Santosh, followed by benediction by Reverend Father Joshua George. കരുണാമയനായ സ്വർഗസ്യ പിതാവേ, ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നന്ദിറിഞ്ഞതോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ തന്ന് നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചുള്ളം കയ്യിൽ വഹിച്ചതിനായി സ്തോത്രം അപ്പ. ഞങ്ങളെ രോഗദുഃഖങ്ങളിൽ ദുർമരണങ്ങളിൽ നിന്നും വരാവുന്ന ആപത്തനത്തിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് അനുഗ്രഹീതമായ മെസ്സേജ് തരുവാൻ ക്രിസ്റ്റീന കൊച്ചമ്മയ്ക്ക് സാധിച്ച കൃപയ്ക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവാൻ ഞങ്ങളെ സഹായിക്കണമേ. അച്ഛനെയും കൊച്ചമ്മയും കുടുംബമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സെന്റ് ജോർജ് ദേവാലയത്തെയും അതിൽ കൂടി വരുന്ന ഓരോ മക്കളെയും പേരുപേരായി തൃക്കരങ്ങളിൽ തരുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ സന്നിധിയിൽ ഏതെങ്കിലും മക്കൾ കർത്താവെ ജീവിതഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ, രോഗങ്ങളാലോ എന്തെങ്കിലും പ്രയാസങ്ങളാൽ കർത്താവിന്റെ സന്നിധിയിലുണ്ട്. ദൈവമേ, ഞങ്ങളെ കാട്ടിൽ മുമ്പേ ഞങ്ങളുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളെ അറിയുന്ന നാഥ, ഓരോ മക്കൾക്കും ആശ്വാസമായി കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിക്കായി, കുഞ്ഞുങ്ങൾക്കായും എല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് രോഗങ്ങളോ ഏതെങ്കിലും പ്രയാസങ്ങളാൽ, ക്യാൻസറിന്റെ എന്തെങ്കിലും പ്രയാസങ്ങളിൽ ഹോസ്പിറ്റലോ വീടുകളിലൊക്കെയും കഴിയുന്നവരെ ഓർക്കുന്നു. വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നപ്പ. അതിലുപരിയായി മാനസികമായി തകർന്നിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, അവർക്ക് ആശ്വാസമായി കൂടെ ഇരുന്ന് അവർക്ക് സൗഖ്യദായകനായി നീ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, പിഞ്ചു കുഞ്ഞുങ്ങളെ, യൗവനപ്രായത്തിലായ കുഞ്ഞുങ്ങളെയൊക്കെ നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ. പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെയും ബാലാരിഷ്ടൊക്കെയും വിടുവിക്കണമേ. യൗവനത്തിലായ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ആത്മീയമായി കൂടുതലായി ബലപ്പെടുവാനും ആത്മീയ നഷ്ടപ്പെടുന്ന അവസരങ്ങളൊന്നും പോയിപ്പെടാതിരിക്കാൻ എൻ്റെ ദൈവമേ, നിന്റെ തിരുരക്തത്താൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഞങ്ങളുടെ ജീവിതത്തെ ദൈവശരണവും ദൈവവിശ്വാസവും ഞങ്ങൾ ദൈവസ്നേഹവും കൈവരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴത്തെ വർദ്ധിപ്പിക്കണമേ. ആത്മീയമായി കൂടുതലായി വളരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ അപ്പ. ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെയും അനുഗ്രഹിതമായി മുമ്പോട്ട് പോകുവാൻ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ തുണയ്ക്കായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെയൊക്കെയും ഓർത്ത് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുന്നു. വേർപാടിന്റെ വേദനകളിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെ ഓർക്കുന്നപ്പ. ഏറ്റവും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഓരോരുത്തരെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആശ്വാസദായനായി കൂടെ ഇരിക്കണമേ. ദൈവങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലൊക്കെയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ നന്മകളും ഞങ്ങളുടെ അനുഗ്രഹങ്ങളും ഞങ്ങൾ മറ്റുള്ളവർക്ക് അത് ഞങ്ങളാലാവുന്ന നന്മ ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയെ ഞങ്ങളെ ഓരോരുത്തരെ എളിമപ്പെടുത്തി ഞങ്ങൾ ജീവിക്കുവാനും ഞങ്ങളുടെ കുറവുകളൊക്കെയും എവിടെയെന്ന് കണ്ട് അതിനെയൊക്കെയും പൂർണ്ണമായി ഞങ്ങൾ പരിഹരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി താഴുവാനും അതിലൂടെ കൂടുതലായ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. വാങ്ങിപ്പോയുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തരണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെയും എല്ലാവരെയും വിടുവിക്കണമേ അപ്പ. ലോകത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെ ഓർത്ത് ഓരോരുത്തരെയും നിന്റെ സന്നിധി സമർപ്പിക്കുന്നു. എല്ലാവിധ കൃപകളാലും നിറയ്ക്കണമേ.
ജോലിയില്ലാതെയൊക്കെയും വിഷമിക്കുന്നവരെ ഓർക്കുന്ന, സാമ്പത്തിക തകർച്ചയിൽ കൂടിയിലൊക്കെയും കടന്നു പോകുന്നവരുണ്ട്. അപ്പ ദൈവമേ കരുണയായി കൂടെ ഇരിക്കണമേ. എൻ്റെ അപ്പ ഓരോരുത്തരെയും നീ പറഞ്ഞു കർത്താവേ, നിന്റെ സന്നിധാനിരിക്കുന്ന എല്ലാ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന എല്ലാവിധ കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. സകലയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രന്റെ സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കൂടിഭവനങ്ങളെ ശമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും ദൈവത്തെ ചെറും കീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ദുഃഖത്താലും പ്രയാസത്താലും കഴിയുന്നവരുടെ ആശ്വാസത്തിന്മേലും രോഗികളുടെ സൗഖ്യത്തിന്മേലും വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും പ്രത്യേക ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ട മർത്തുമറിയ സമാജത്തിന്മേലും കണ്ണുനീരോടുള്ള പ്രാർത്ഥന അപേക്ഷയുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Thank you, Achin. That concludes today's prayer. Have a good night.